Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത്ത് ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഡെപ്ത്സ് ഓഫ് ഗ്രേറ്റിറ്റ്യൂഡ് ബൈ സെൽമ ലാഗർലോഫ്. കൃതജ്ഞതയുടെ കടങ്ങൾ. ഇതിലെന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. നമ്മളെ ഒരുപാട് സഹായിച്ച, ചെറുതും വലുതുമായ തോതിൽ നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ടായിരിക്കും. നമ്മൾ നല്ലൊരു സ്റ്റേജിൽ എത്തിച്ചേരുമ്പോൾ നമ്മളെ പിന്നിട്ട വഴികളിൽ സഹായിച്ച ആൾക്കാരുടെ മുഖം ഓർത്തെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു കടം വീട്ടൽ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ അവർക്ക് കുറേ പണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ കുറേ സഹായിക്കണമെന്നോ എന്നൊന്നും അതിലർത്ഥമല്ല. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ ഓർത്തിരിക്കുക, ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രത്യുപകാരം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം തന്നെ. സോ അത്തരത്തിലുള്ള ഒരു പാഠാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ സെൽമ ലാഗർലോഫ് നോബൽ സമ്മാനം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിനിടെ അവരെ സഹായിച്ചിട്ടുള്ള ചെറുതും വലുതും അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ആൾക്കാരെ അവരിങ്ങനെ ഓർത്തെടുക്കുന്നതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. സോ അവരുടെ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് പേഴ്സൺ നാരേറ്റീവിൽ ഇങ്ങനെ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുക. നമ്മൾ സമ്മറി ആകുമ്പോൾ നമ്മൾ സെൽമ ലാഗർലോഫ് അവൾ അല്ലെങ്കിൽ അവർ എന്നുള്ള അർത്ഥത്തിലാണല്ലോ പറയുക. സോ ആ രീതിയിൽ നമ്മൾ പറയുമ്പോൾ അവരിങ്ങനെ സ്റ്റോക്ക്ഹോമിലേക്ക് പോകാൻ ട്രെയിനിലിരിക്കുകയാണ് അല്ലേ. ഒരു വൈകുന്നേരം സമയമാണ്. കമ്പാർട്ട്മെൻറ്റിലൊക്കെ വെളിച്ചം കുറച്ച് കുറവാണ്. പുറത്തൊന്നും അധികം വെളിച്ചമില്ല. ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ, സഹയാത്രികരൊക്കെ അവരൊക്കെ മയങ്ങുകയാണ്. അങ്ങനെ ഈ തീവണ്ടിയുടെ ശബ്ദവും കേട്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ പോകുന്ന സമയത്തെല്ലാം മുൻപും സ്റ്റോക്ക്ഹോമിലേക്ക് അവർ പോയിട്ടുണ്ട് അല്ലേ, പരീക്ഷ എഴുതാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനെപ്പറ്റിയൊക്കെ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇത്തവണത്തെ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇത്തവണ പഠിക്കാനൊന്നുമല്ല പോകുന്നത്. ഇത്തവണ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ വല്ലാത്ത സന്തോഷത്തിലാണ് അവർ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിക്ക് അവരെ സഹായിച്ച അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അതിനേക്കാൾ ഉപരിയായി വൃദ്ധയായിട്ടുള്ള അമ്മ, ഇവരെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സങ്കടം അവൾക്ക് വരുന്നത് അച്ഛനെ പറ്റി ആലോചിക്കാനാണ്. അച്ഛനിപ്പോൾ ജീവനോടെ ഇല്ല. തനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തൻ്റെ അച്ഛനായിരിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അദ്ദേഹമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സന്തോഷവാർത്ത അച്ഛനോട് പറയാൻ പറ്റാത്തതിൻ്റെ വലിയൊരു സങ്കടം അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. തീവണ്ടിയുടെ വേഗത കൂടി പോകുന്നു. അവളിങ്ങനെ പറക്കുന്ന പോലെയാണ്, ആ വേഗതയിൽ ഇങ്ങനെ ലയിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് അവളിങ്ങനെ ചിന്തിക്കുകയാണ്. അവളൊരു ദിവാസ്വപ്നം കാണുകയാണ്. എന്താണ്, ഈ പോക്ക് താൻ നേരെ തൻ്റെ അച്ഛൻ്റെയൊക്കെയാണ് പോകുന്നത്, സ്വർഗത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അച്ഛനോട് തൻ്റെ കാര്യങ്ങളിങ്ങനെ വിവരിക്കുകയാണ് അല്ലേ. തനിക്ക് അവാർഡ് കിട്ടിയതും എല്ലാതും അച്ഛനോട് വിവരിക്കണം. എന്നിട്ട് അച്ഛൻ്റെ പങ്ക്, തന്നെ താനാക്കുന്നതിൽ അച്ഛൻ്റെ പങ്ക് വളരെ വലുതാണ്, അതിന് അച്ഛനോട് നന്ദി പറയണം. അതുപോലെ താൻ ഇനിയും ഒരുപാട് പേരെ ഓർക്കുന്നു, ഇവരോടൊക്കെ എങ്ങനെ ഈ കടപ്പാട് തീർക്കണം എന്ന് അച്ഛനോട് ഒരു ഉപദേശം തേടണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അവളിങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ, സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ അച്ഛനെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അല്ലേ. അതിൻ്റെ മുന്നിൽ നല്ല വെളിച്ചമുണ്ടായിരിക്കും, പൂക്കളും പക്ഷികളൊക്കെ ഉള്ള ഒരു തോട്ടം ഉണ്ടായിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ അച്ഛനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നെ കാണുന്നതും ആ പുസ്തകം താഴെ വെച്ചിട്ട് കണ്ണടയൊന്ന് നെറ്റിയിലേക്ക് ചേർത്ത് വെച്ചിട്ട്, മുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട്, എന്നെ കണ്ടതിൽ സന്തോഷമുണ്ട് മകളെ, നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സംസാരിക്കും. പിന്നെ എന്താണ് നീ ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ള രീതിയിലൊക്കെ എന്നോട് സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. നീ എന്താ ഇവിടെ, എങ്ങനെയുണ്ട് എൻ്റെ കുട്ടിയെ എന്നൊക്കെ ചോദിച്ച് അച്ഛൻ എന്നോട് സംസാരിക്കും. ഇതൊക്കെ ഒരു വിചാരങ്ങളാണ് കേട്ടോ. താൻ അച്ഛനെ കാണാൻ പോകുന്നു, ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്, എന്നെ കാണുമ്പോൾ അച്ഛൻ അങ്ങനെയായിരിക്കും ചെയ്യുക എന്നൊരു വിചാരമാണ് കേട്ടോ. ആ ഒരു ധാരണയിലാണ് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, ഓർത്തെടുക്കുന്നത്. അങ്ങനെ അച്ഛൻ വീണ്ടും കസേരയിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വന്നതിനെ പറ്റി, എന്ത് കാര്യത്തിനാണ് വന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഇങ്ങനെ വിശദീകരിക്കാൻ ഞാൻ തുടങ്ങും.
പക്ഷെ ഞാൻ ഡയറക്റ്റായിട്ട് അച്ഛനോട് എനിക്ക് നോബൽ സമ്മാനം കിട്ടി, ഞാനതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനാണ് വന്നത് എന്ന് പറയുന്നതിന് പകരം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് 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 അതിലൂടെ എന്തു ചെയ്യും, അച്ഛനിലേക്ക് ഇത് എത്തിക്കും എന്നവൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ നിങ്ങളോടൊരു ഉപദേശം ചോദിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ, ഞാനൊരു വലിയ കടത്തിലാണ്, അത് ഞാൻ എങ്ങനെ വീട്ടും എന്നാണ് അവൾ ചോദിക്കുന്നത്. സോ ഈ ഡെപ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കേട്ട പോലെ തന്നെ അയ്യോ എന്തോ കടത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത് എന്ന് തന്നെയാണ് അച്ഛനും വിചാരിക്കുക. കാരണം പണം ചോദിക്കാനായിരിക്കുമോ ഇവൾ വന്നിട്ടുണ്ടാവുക, അതോ എന്തിനാണെന്ന് അച്ഛന് നിശ്ചയമില്ല. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, മോളെ ഇക്കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിനക്കറിയാമല്ലോ സ്വർഗത്തിൽ പണം ഒഴികെ ബാക്കി എല്ലാതും ഉണ്ട്, നിനക്ക് വേണ്ടത് പണമാണെങ്കിൽ അത് തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് അച്ഛൻ വളരെ സങ്കടത്തോടു കൂടി എന്നോട് പറയും എന്നവൾ വിചാരിക്കുക, അങ്ങനെ പറഞ്ഞേക്കാം എന്നാണ്. അപ്പം അവൾ പറയാണ്, പക്ഷെ അച്ഛൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പണത്തിൻ്റെ കാര്യത്തിലല്ല. എന്ത് കാര്യത്തിലാ? അച്ഛൻ എന്നെ ചെറുപ്പത്തിൽ വളർത്തിയ രീതി, അതിനാണ് ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് പാട്ടുകൾ പരിചയപ്പെടുത്തി തന്നു, ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു, പിയാനോ വായിച്ചു തന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, വളർന്ന് വലുതായപ്പോൾ ഒരു റൂട്ട് ഞങ്ങൾക്കുണ്ടായത് അല്ലേ, ഈ രീതിയിലൊക്കെ വളർന്നു പോകാനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായത്. അതിനാണ് അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നത്. അതേപോലെ ഒരുപാട് പേരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്, എഴുത്തുകാരുടെ, പാട്ടുകാരുടെ, ഇവരൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ആരാണ്? അച്ഛനാണ്. അതുകൊണ്ട് അച്ഛനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആ കടം ഞാൻ എങ്ങനെ വീട്ടും എന്നുള്ളതിനെ പറ്റിയാണ് ആര് ചിന്തിക്കുന്നത്? സൽമാൻ ലാഗർലോഫ് ചിന്തിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അച്ഛനാണ് ആദ്യമായിട്ട് സംഗീത ലോകം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്, വായനയുടെ ലോകം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്, യക്ഷിക്കഥകളും വീരഗാഥകളൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. ഇതിനൊക്കെ ഞാൻ അച്ഛന് എങ്ങനെ പ്രതിഫലം ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ പ്രതിഫലം നൽകും എന്നത് തനിക്ക് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ കസേരയിലൊന്ന് നിവർന്ന് നിൽക്കും, എന്നിട്ട് പറയും, നിൻ്റെ കടപ്പാടിൻ്റെ ലിസ്റ്റിൽ എന്നെയും പെടുത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ഓരോന്ന് ഓർത്തെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ പാട്ടുകളും അല്ലെങ്കിൽ പാടിയ പാട്ടുകളും പറഞ്ഞ കഥകളും അല്ലേ, ഭവനരഹിതരായ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ പറ്റിയിട്ടുള്ള ചിന്തകളും തമാശകൾ പറയുന്നതിനെ പറ്റിയിട്ടും എല്ലാത്തിനെയും, ചെറുപ്പകാലത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത കഥകൾ, അവർ കണ്ടിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ തന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന്, അവരൊക്കെ തന്നെ ഈ ഒരു നിലയിലെത്താൻ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് അവൾ ഓർക്കുകയാണ്. ഒപ്പം ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, കടുപ്പമേറിയ പാറകളിലും കറുകറുത്ത കാടുകളിലും വരെ കവിതയുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ ഞാൻ എങ്ങനെ കടം വീട്ടും? അങ്ങനെ നോക്കുകയാണെങ്കിൽ മൃഗങ്ങളോട്, മരങ്ങളോട്, പൂക്കളോട്, എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ എങ്ങനെ വീട്ടും എന്ന ചോദ്യത്തിന് ഉത്തരം നേടിയാണ് അവൾ എന്ത് ചെയ്യുന്നത്, അച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ വീണ്ടും ഇങ്ങനെ വിശ്രമിക്കാനായിട്ട് ഇരിക്കും. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ വിഷമത്തിനൊരു പ്രതിവിധിയുണ്ട് മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, തിരിച്ചും പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അതത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലേ. പോരാത്തതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം എൻ്റെ വായനക്കാരാണ്, എൻ്റെ പുസ്തകങ്ങൾ സ്നേഹിച്ചവരാണ്. അവരൊന്നും ഇല്ലായിരുന്നു എങ്കിൽ എനിക്ക് ഞാനാവാൻ കഴിയില്ല. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ എന്നെപ്പറ്റി സംസാരിച്ചവർ, എന്നെപ്പറ്റി പഠിപ്പിച്ചവർ, എന്നെ പഠിച്ചവർ, അവർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ അവസരത്തിൽ നന്ദി പറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ സന്തോഷമാണ്, കാരണം തൻ്റെ മകൾ ഇവരെയൊക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ എന്നാണ് അച്ഛൻ്റെ മനസ്സിൽ. ആ സമയത്ത് അവളുടെ ഒരു സുഹൃത്തിനെ അവൾ പേരെടുത്ത് പറയുന്നുണ്ട്, SLD. ആരും തന്നെ സഹായിക്കാതിരുന്ന സമയത്ത്, തന്നെ വിശ്വസിക്കാൻ ധൈര്യപ്പെടാതിരുന്ന സമയത്ത് എനിക്ക് അവസരത്തിൻ്റെ വാതിലുകൾ തുറന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട SLDയെക്കുറിച്ച് ഈ അവസരത്തിൽ ഞാൻ ചിന്തിക്കണം, നമ്മളെല്ലാവരും ചിന്തിക്കണം. എല്ലാ ബഹുമതികളും അവൾക്കും കൂടി അർഹതപ്പെട്ടതാണ്. ഈ കടങ്ങളെ ഞാൻ എങ്ങനെ വീട്ടും എന്നാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി എനിക്ക് തരാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഈ കടങ്ങളെല്ലാം വീട്ടുക, ഈ കടപ്പാടെല്ലാം എങ്ങനെ തീർക്കുമെന്നുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടുന്നില്ല. പക്ഷേ ഞാൻ സന്തോഷവാനാണ്, കാരണം നീ ഇതെല്ലാം ഓർത്തിരിക്കുന്നല്ലോ എന്നുള്ള കാര്യത്തിൽ.
അങ്ങനെ അച്ഛൻ അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അച്ഛനും ഇതിൽ സന്തോഷമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, അവരുടെക്കിടയിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തതിൽ അല്ലേ, എന്നിൽ വേണ്ടത്ര വിശ്വാസം അവരെ കാണിച്ചതിൽ ഞാൻ സന്തുഷ്ടയാണ്. ഈ കടം ഞാൻ എങ്ങനെ വീട്ടും എന്ന് പറയുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണീര് വരുന്നത് കാണാം. അദ്ദേഹം ആ കസേരയിൽ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്വർഗത്തിലോ ഭൂമിയിലുള്ള ഒരാൾക്കും പരിഹരിക്കാൻ പറ്റാത്ത കാര്യത്തെപ്പറ്റി ആലോചിച്ച് ഞാൻ എന്തിനാണ് എൻ്റെ തലച്ചോറിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലേ, എന്തിനാണ് ഞാൻ എൻ്റെ തല പുണ്ണാക്കുന്നത്? നിൻ്റെ ചോദ്യത്തിന് എനിക്കൊരു മറുപടി ഇല്ല. എന്നാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിനക്കിങ്ങനെയൊരു അവാർഡ് കിട്ടിയതിലും, നോബൽ സമ്മാനം കിട്ടിയതിലും, അതിന് കാരണക്കാരായവരെ നീ ഓർക്കുന്നു എന്നുള്ളതിലും എന്നെൻ്റെ അച്ഛൻ എന്നോട് പറയുമായിരിക്കും എന്നാണ്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടില്ല, കണ്ടുമുട്ടുമെന്നുള്ള വിചാരമാണ് പറയുന്നത്. അങ്ങനെ ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ലാസ്റ്റ് പാരഗ്രാഫിൽ പിന്നീട് അവർ ഈ നോബൽ സമ്മാന വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നതിൻ്റെ ബാക്കിപത്രമാണ് നമ്മൾ കാണുക. അപ്പോൾ അവർ പോയി, അവരവിടെ സ്റ്റോക്ക്ഹോമിലെത്തി, നോബൽ സമ്മാനം വാങ്ങി, അതിനുശേഷം സംസാരിക്കാൻ അവസരം കിട്ടുമല്ലോ, ആ സമയത്ത് അവർ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുക. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അല്ലേ, പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ, മാന്യരെ, എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇതിലും വലിയ ഒരു ഉത്തരം എനിക്ക് എവിടെ നിന്നും കിട്ടാനില്ല അല്ലേ. എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുണ്ടാവുക. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോവുകയാണെങ്കിൽ അല്ലേ, എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇത്രയും നല്ലൊരു ബഹുമതി എനിക്കിനി കിട്ടാനില്ല. ആയതിനാൽ സ്വീഡിഷ് അക്കാഡമിയിലേക്ക് എൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അവരോട് എനിക്ക് സ്നേഹം മാത്രമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്, ആ സ്പീച്ച് അവസാനിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ സമ്മറി.